ഹലോ, വെറും ഒരു മണിക്കൂർ കൊണ്ട് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ട സ്റ്റേജും ഹോളൊക്കെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് എയർ പമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ബലൂണും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തത്. ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ ഈ രീതിയിൽ സ്റ്റേജും ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു കുഞ്ഞു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ടൈമും വളരെ കുറവായിരുന്നു. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിലും വേഗത്തിൽ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് ഈ ഒരു ഓട്ടോമാറ്റിക് എയർ പമ്പ് മെഷീൻ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരേ സമയം 2 ബലൂണുകൾ വീതം ഫില്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ ബലൂൺ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ബലൂണുകളെ 4 എണ്ണമായിട്ട് യോജിപ്പിച്ചിട്ട് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്തു. ഓരോ ലെയറും മറ്റു ലെയറായിട്ട് കട്ടിയുള്ള നൂല് കൊണ്ട് കെട്ടി ഞങ്ങൾ ഫിക്സ് ചെയ്യാണ് ചെയ്തത്. ബലൂണുകളുടെ ഓരോ ലെയറുകളും മറ്റു ലെയറുകളായിട്ട് നൂല് വെച്ച് നമ്മൾ കെട്ടി ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ തന്നെ ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം 2 സൈഡിലും ബലൂണുകളുടെ 2 പില്ലറുകളാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത്. ചെറിയ രീതിയിലാണെങ്കിലും ആദ്യമായിട്ടാണ് പ്രൊഫഷണൽ ടച്ചോട് കൂടി സ്റ്റേജും ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യണത്. ചെയ്ത് കഴിഞ്ഞ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഈ സ്റ്റേജ് ഡെക്കറേഷൻ എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇതിനും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ തീം കളർ ബ്ലൂ ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ബലൂണുകളാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പില്ലറുകൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സെൻറ്ററിൽ ഞങ്ങളൊരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഗോൾഡൻ കളറിലുള്ളത് ഞങ്ങൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ മിനിമലായിട്ടാട്ടോ ഞങ്ങൾ സ്റ്റേജും ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെലിബ്രേഷന് വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ലൈഫിൽ യാദൃശികമായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടിയപ്പോഴാട്ടോ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായത്. കുറച്ചും കൂടി സമയമൊക്കെ എടുത്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ഗംഭീരമായിട്ട് പല വെറൈറ്റി ആയിട്ട് നമുക്ക് സ്റ്റേജും ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. ഞാനും ഇത് മാത്രമേ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പാർട്ടി ഹാളിൻ്റെ ടോപ്പിൽ സിംഗിൾ ബലൂണുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ ടോപ്പ് സൈഡിൽ സിംഗിൾ ബലൂണുകളുടെ ഒരു ലെയറും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് കേട്ടോ ഞങ്ങൾ ആകെ കൂടി സ്റ്റേജും ഹോളും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെയ്തത്. ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ വന്നിട്ട് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം വളരെ കുറവായിരുന്നു. അത് കാരണം പിന്നെ കൂടുതൽ ഡെക്കറേഷനൊന്നും ഞങ്ങൾ നിന്നില്ല കേട്ടോ. എന്തായാലും ഇതോടുകൂടി അടുത്തൊരു സെലിബ്രേഷന് സ്റ്റേജും ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേജ് ഡെക്കറേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ്സ് വഴി അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.